ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാനും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തേർഡ് പാർട്ടി റീഡിംഗ് നോക്കാം. അത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണെന്ന് നോക്കാം. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ഫാമിലിയോട് ഈ ഒരു കാര്യം മറച്ചു വെച്ചൊക്കെയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലിയാണ് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ഫാമിലിയിൽ നിന്ന് ഹൈഡാക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും അതർ മെന്നോ അതർ വുമണോ ഉണ്ട് എങ്കിൽ അവരോടും നിങ്ങളെക്കുറിച്ച് ഇവർ പറഞ്ഞിട്ടില്ല. ചില ആൾക്കാരുടെ പേഴ്സൺ ഒരു ഗെയിം പ്ലേ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ രണ്ട് സിറ്റുവേഷനിലും ഇവർ ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുകയാണ്. തേർഡ് പാർട്ടിയോടൊന്നും പറയാതെ, നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും തേർഡ് പാർട്ടിയോട് പറയാതെ രണ്ട് സിറ്റുവേഷനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഇവരുടെ ആ ഒരു വിഷ് എന്താണോ അത് സ്വന്തമാക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അവസാനിപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവർ നോക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആവാതെ അതർ സിറ്റുവേഷൻ എൻഡ് ആവാൻ വേണ്ടി നോക്കുകയാണ്. അതായത് ഇവരുടെ വിഷ് നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു ജീവിതമാണ്. അതിനുവേണ്ടി ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കണമെങ്കിൽ അതിനും ഇവർ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവർ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവർ ഇവരുടേതായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല. ഒരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ടെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പാണ് ഇവരുടെ ഭാഗത്തുനിന്ന് എടുക്കുന്നത്. വലിയൊരു സ്റ്റെപ്പ് എടുക്കുന്നില്ല. അതായത് വലിയൊരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കണം, ഒരു സിറ്റുവേഷൻ എന്താക്കാൻ വേണ്ടി, അങ്ങനെ ഒന്നും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇവിടെ നിങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, തേർഡ് പാർട്ടിക്കും ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇപ്പോൾ ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് സിറ്റുവേഷൻ ബാലൻസ് ആയി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനും നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയും തമ്മിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് രണ്ട് സിറ്റുവേഷനും ബാലൻസ് ആക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ ചിന്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എനിക്ക് അവസാനിപ്പിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ സിറ്റുവേഷൻ ബാലൻസ് ആക്കി കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സെലിബ്രേഷൻ്റെ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ട് ഉള്ള ജീവിതം ഇപ്പോഴേ ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ സ്റ്റെപ്പാണ് ഇവർ എടുക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഒന്ന് ഇവർ പറയുന്നത് പോലെ കേട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അതായത് ഫാമിലിയാണ്, തേർഡ് പാർട്ടി ആണെങ്കിൽ ഫാമിലി ഇവർ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ നിങ്ങളുമായിട്ടൊരു ജീവിതം നല്ല രീതിയിൽ നയിക്കുവാൻ സാധിച്ചേനെ. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഇവർ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ ഇവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഇവർ തേർഡ് പാർട്ടിയോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഇവർ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. ഇവർ എല്ലാവരുടെയും സമ്മതത്തോടെ നിങ്ങളെ മാരേജ് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവർ ഇപ്പോൾ ശരിയായ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഇത്രയും കാലമായിട്ടും ആ ഒരു സിറ്റുവേഷനെ പൂർണ്ണമായിട്ട് എൻഡാക്കുവാൻ വേണ്ടി ഇവർ ഇവരുടേതായ രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഒരു ശരിയായ സമയം വരട്ടെ, അപ്പോൾ ആക്ഷൻ എടുക്കാമെന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് സിറ്റുവേഷൻ ബാലൻസിലാകണമെന്ന് മാത്രമാണ്. ഇവിടെ ഇവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ആരാണോ അവർ അത് സമ്മതിക്കുമോ എന്ന് ആണ് ഇവർ ഇപ്പോൾ ആലോചിക്കുന്നത്. അതായത് ഞാൻ ഈ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാര്യം തേർഡ് പാർട്ടിയോട് പറയുകയാണ് എങ്കിൽ തേർഡ് പാർട്ടി അതിന് സമ്മതിക്കുമോ എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് കാർഡുകൾ പറയുന്നത്. കാരണം ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് തേർഡ് പാർട്ടിയും ഇവരും തമ്മിൽ ആർഗ്യുമെൻ്റ് ഉണ്ടാകുമെന്നാണ് കാർഡുകൾ പറയുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ഏത് രീതിയിലായാലും സമ്മതിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇവരുടെ ഒരു ബാലൻസ് ചെയ്യാനുള്ള ആ ഒരു കാര്യം സക്സസ് ആകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് വഴക്കുണ്ടാവുകയും തേർഡ് പാർട്ടി ഇതിന് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് സിറ്റുവേഷൻ. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം.
ഇവിടെ തേർഡ് പാർട്ടിയുടെ കാര്യം നിങ്ങളോട് മറച്ചു വയ്ക്കുന്നതായിട്ട് നിങ്ങൾക്കിപ്പോൾ തോന്നിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് നിങ്ങളോട് കള്ളം പറയുന്നതായിട്ടുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നതായിട്ടാണ് നിങ്ങളുടെയും ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് തേർഡ് പാർട്ടി കാരണം ഇവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. കുറേ പ്രാവശ്യം തേർഡ് പാർട്ടി കാരണം നിങ്ങൾ ഇവരോട് വഴക്കിട്ടതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ തേർഡ് പാർട്ടി എൻഡ് ആവാത്തത് കൊണ്ട് നിങ്ങളും ഇവരും തമ്മിൽ എപ്പോഴും വഴക്കിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർക്കറിയാം ഇവരുടെ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും എൻഡ് ആകുന്നില്ല. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ മിക്കപ്പോഴും വഴക്കാണ്. ചിലപ്പോൾ ഫാമിലിയോട് ഇവർ ഒന്നും പറഞ്ഞിട്ടുണ്ടാവത്തില്ല, ഇല്ല എങ്കിൽ ഫാമിലിയോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അല്ല അതുകൊണ്ട് ചിലപ്പോൾ മദർ ഫിഗറിലുള്ള ആൾക്കാർ ആരെങ്കിലും ഇതിനു വേണ്ടി സമ്മതിക്കില്ലായിരിക്കാം, ഇല്ല എങ്കിൽ അച്ഛൻ സമ്മതിക്കില്ലായിരിക്കാം, അല്ലെങ്കിൽ സഹോദരിയോ ആരെങ്കിലും ഒരാൾ ഇവിടെ തേർഡ് പാർട്ടി വിഷയം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു തർക്കം, അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം സമ്മതിക്കാതെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളിങ്ങനെ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം അപ്രീസിയേഷൻ ഇവർ തരുന്നുണ്ട്. കാരണം ഇത്രയും കാലം നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ലേ? എത്ര ദിവസമായാലും, എത്ര സമയമെടുത്തായാലും, എത്ര മാസമായാലും, എത്ര വർഷമായാലും എനിക്ക് നിങ്ങളെ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ആ ഒരു കാര്യം ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളിൽ അപ്രീഷിയേറ്റ് പറയുകയാണ്. കാരണം നിങ്ങളായതുകൊണ്ടാണ് ഇത്രയും കാലം ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എപ്പോഴേ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയേനെ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളിൽ ബഹുമാനം തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഏത് രീതിയിലായാലും നിങ്ങളുമായിട്ട് യൂണിയനിലാവാൻ വേണ്ടി ഇവരുടെ ഭാഗത്തുനിന്ന് എല്ലാ ശ്രമവും ഉണ്ടാകും എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ മെസ്സേജോ കോളോ ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല എങ്കിൽ മെസ്സേജോ കോളോ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ പിറകിലോട്ട് വലിയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാതെ പിറകിലോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളിൽ നിന്ന് മാറി ഒളിച്ച് നടക്കുക, ഇല്ല എങ്കിൽ തേർഡ് പാർട്ടിയുടെ കാർഡോട് നിങ്ങളുടെ കുറിച്ചുള്ള കാര്യങ്ങൾ ഹൈഡാക്കി വയ്ക്കുക, നിങ്ങളോട് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ വരാൻ പോകുന്ന സമയം ഉറപ്പായിട്ടും ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ എനർജി ഇങ്ങനെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു കാര്യം ആലോചിച്ച് സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവരുടെ എനർജി അങ്ങനെയാണ്. എനർജി എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. വരാൻ പോകുന്ന സമയം ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതാണ്. ചില ആൾക്കാർക്ക് 9 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ യൂണിയൻ സംഭവിക്കാം. ചില ആൾക്കാർക്ക് കുറച്ച് സമയം കൂടുതൽ എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ച് കൂടുതൽ സമയം എടുക്കും എന്ന് പറഞ്ഞത് അവർ തമ്മിൽ എന്തെങ്കിലും വലിയൊരു വിഷയം കാരണം സെപ്പറേഷനിലാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ 9 ആഴ്ച എടുക്കാം യൂണിയൻ ആവാൻ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ സംസാരമുണ്ടാകും. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയൻ ഉണ്ടാകണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം കുറേ ആൾക്കാർക്ക് അവരുടെ പാർട്ട്ണറിൽ നിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഒരു എന്താ പറയുക, നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണ്. അവർ നിങ്ങളല്ലാതെ വേറൊരാളുമായിട്ടും ഒരു ബന്ധം വച്ചിട്ട് അവരോട് ഒരു ഗെയിം പ്ലേ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് കാർഡിൽ ഞാനത് പറഞ്ഞതാണ് ആ ഒരു കാര്യം. അങ്ങനെയുള്ള ആൾക്കാരുടെ യഥാർത്ഥ മുഖവും ഈ ഒരു പറഞ്ഞ ആ ഒരു പീരീഡ്സിനുള്ളിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളോടൊരു വെറുതെ ഒരു ടൈം പാസ്സാണ് കാണിക്കുന്നത് എങ്കിൽ അവരുടെ യഥാർത്ഥ മുഖം ഞാൻ പറഞ്ഞ ആ ഒരു 9 ദിവസം അല്ലെങ്കിൽ 9 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഇവിടെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു ബന്ധം ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ ഡിവൈൻ ആയിട്ടുള്ള ആ ഒരു ബന്ധമാണ് ഉള്ളത് എങ്കിൽ ഡിവൈൻ തന്നെ നിങ്ങളെ ഒന്നാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.